ഹലോ മക്കളെ, എന്താ വിശേഷം? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ അറേബ്യൻ മന്തിയാണ്. നല്ല മസാല അരച്ച് ഇറച്ചിയിൽ പുരട്ടി വെക്കും. ഒരു 3/4 മണിക്കൂർ ഇത് അങ്ങനെ ഇരിക്കട്ടെ. നെയ്യ് ചൂടാക്കി പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എന്നിവ ഇടുക. അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, മുളക് എന്നിവ ചേർക്കുക. വെള്ളം കുറഞ്ഞതിന് ശേഷം അരി ഇറക്കി വെച്ച് കൂടെ മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇറക്കി വെക്കുക. ഇനിയാണ് മന്തി ആവുന്നതിന്റെ കുട്ടൻസ്. ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നും. ഇവിടെ മന്തി മാത്രമല്ല കേട്ടോ ഉള്ളത്. കാഫ് ചിക്കൻ, ചൈനീസ് ബിരിയാണി, ഷാർക്ക്, BBQ ചിക്കൻ തുടങ്ങിയ അറേബ്യൻ, ചൈനീസ്, അതുപോലെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ നാടൻ ഭക്ഷണങ്ങൾ വരെ നമ്മുടെ സ്വന്തം സോൾട്ട് റെസ്റ്റോറന്റ് ഉണ്ട്. ചെല്ലാനം രണ്ടാം ഘട്ട കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ചേർന്നു. ചെല്ലാനത്തെ ടെട്രോപോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മന്ത്രി മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് സിയാസ് MLA യുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ 29-ന് യോഗം ചേർന്നു. പുതിയ സാങ്കേതിക വിദ്യ ഒഴിവാക്കി രണ്ടാം ഘട്ട പദ്ധതി പ്രവൃത്തി ചെയ്യുന്നതിലൂടെ പദ്ധതി തുകയിൽ മിച്ചം വരും. ഈ തുക ചെല്ലാനം പദ്ധതിയുടെ 3-ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്താൻ പരിഗണിച്ചിരുന്ന 2 തീരപ്രദേശങ്ങളെ കൂടി 2-ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി. പുതിയ സാങ്കേതിക വിദ്യ ഒഴിവാക്കി 2-ാം ഘട്ട പദ്ധതി പഴയ സാങ്കേതിക വിദ്യയിൽ തന്നെ നടപ്പാക്കാനും തീരുമാനിച്ചു. ചെല്ലാനം പദ്ധതിയുടെ 3-ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്താൻ പരിഗണിച്ചിരുന്ന മാനാശ്ശേരിക്കും സൗദി സ്കൂളിനും ഇടയിലുള്ള 1.5 കിലോമീറ്റർ തീരപ്രദേശവും ചെല്ലാനം ഹാർബറിലെ നിലവിലെ പുലിമുട്ടിന്റെ തെക്കുവശം മുതൽ എറണാകുളം ആലപ്പുഴ അതിർത്തി വരെയുള്ള ഏകദേശം 1 കിലോമീറ്റർ തീരപ്രദേശവും ചേർത്ത് 2.5 കിലോമീറ്ററിനായി പുതുക്കിയ ഭരണാനുമതി പുറപ്പെടുവിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. പുതുക്കിയ ഭരണാനുമതി പുറപ്പെടുവിക്കുന്നതോടൊപ്പം 2-ാം ഘട്ട പ്രവൃത്തി ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പദ്ധതിയുടെ വിശദമായ വർക്ക് ഷെഡ്യൂൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഈ വർക്ക് ഷെഡ്യൂൾ വിലയിരുത്തുന്നതിനായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബുധനാഴ്ച വീണ്ടും യോഗം ചേരുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്. ജലവിഭവ സ്പെഷ്യൽ സെക്രട്ടറി S. സുഹാസ്, KIIDC CEO ശിവദാസൻ, KIIDC ഉദ്യോഗസ്ഥൻ പ്രകാശ് ഇടിക്കുള, KIIDC ജനറൽ മാനേജർ ശോഭ KS, PMU ചെല്ലാനം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV കമൽ റോയ്, കിഫ്ബി പ്രൊജക്ട് അഡ്വൈസർ R. ഷിബു, കിഫ്ബി ഡെപ്യൂട്ടി CEO KJ ശ്രീകുമാർ, ചെല്ലാനം PMUSA അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ ശുഭൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു.